കുമാറിന്റെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടുണ്ടായിരുന്നല്ലോ, ഇതല്ലേ അധപ്പതനം, അതെന്താ ഉദ്ദേശിക്കുന്നത്? ഏതാണ് ഈ ഗണേഷ് കുമാറിന്റെ ഒരു വീഡിയോ ഇട്ടിട്ട് ഇതല്ലേ അധപ്പതനം ഫേസ്ബുക്കിൽ പോസ്റ്റ്? നിങ്ങൾക്കതറിയില്ലേ? നിങ്ങൾക്കറിയില്ലേ? അത് സെലക്റ്റീവ് ആകുന്നതുകൊണ്ടാണോ നിങ്ങൾക്കതറിയാത്തത്? എൻ്റെ ചോദ്യം, കൊട്ടാരക്കര മേഖലയിൽ നിന്ന് 112 ഏതെങ്കിലും ഒരു സ്ത്രീ വിളിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടോ? ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ സ്ഥലത്തേക്ക് പിങ്ക് പോലീസ് എത്തിയിട്ടുണ്ടോ? പിങ്ക് പോലീസ് എത്തിയിട്ടുണ്ട് എങ്കിൽ എന്ത് നടപടി സ്വീകരിച്ചു? SP ആ വിഷയത്തിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ? ഇത്തരം ചില ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്, നിങ്ങളത് ചോദിക്കുന്നില്ല. എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങൾ ചോദിക്കാത്തതുകൊണ്ട് ഞാനും ചോദിക്കുന്നില്ല. ഇതൊക്കെ പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന ചോദ്യങ്ങളാണല്ലോ. ഇപ്പോൾ രാഹുൽ അല്ലേ? അറിയാത്തതാണോ? ഇപ്പോൾ എന്നോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങളിതൊക്കെ അറിയുന്നത്? അല്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് വാർത്തകൾക്ക് നമുക്കൊരു സെലക്ടിവിറ്റി ഒക്കെ ഉണ്ട് അല്ലേ? ഏതൊക്കെ വാർത്തയാക്കണം, ഏതൊക്കെ വാർത്തയാക്കണ്ട എന്നൊക്കെ നിങ്ങൾക്ക് നല്ല ധാരണയുണ്ടെന്ന് എനിക്കറിയാം വ്യക്തിപരമായിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് വാർത്തയാക്കാൻ താല്പര്യം, പിന്നെ ഞാനതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല. അപ്പോൾ എന്നോട് നിങ്ങൾക്കറിയാത്ത എന്തോ ഒരു കാര്യം ചോദിക്കുന്നത് പോലെ ചോദിക്കേണ്ട, നിങ്ങൾക്കും അറിയുന്ന കാര്യം തന്നെയാണത്. ഇപ്പോൾ ഈ PK ശശിയെ ഈ UDF-മായി സഹകരിക്കാൻ ഒരു സാധ്യതയും ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയെന്ന് പറയുന്നു. ഇപ്പോൾ ഈ നേരത്തെ ഈ സമാനമായ ഒരു ആരോപണത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഒന്നും എന്നോട് ചോദിച്ചിട്ടൊരു കാര്യമുള്ളതല്ലോ. ഞാൻ നിലവിൽ പാർട്ടിയിൽ അംഗത്വം ഇല്ലാത്ത ഒരാളാണ്, പാർട്ടി നടപടി നേരിടുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കമൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ലല്ലോ ഞാൻ. അത് തീരുമാനിക്കുന്ന പാർട്ടിയല്ലേ. അത് പാർട്ടിയിൽ നടപടിയെടുത്ത ഒരാൾ എങ്ങനെയാണ് ആ വിഷയത്തിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രതികരണം നടത്തേണ്ടത് ഞാനല്ല. അത് പാർട്ടി, സ്വാഭാവികമായിട്ട് ഒരു പാർട്ടി എന്ന നിലയിൽ നിരവധി നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാരെല്ലാവരും കൂടെ കൂടിയാലോചിച്ചിട്ടാണല്ലോ എല്ലാ തീരുമാനങ്ങളും എടുക്കുക. അപ്പോൾ അതുപോലെ അവർ തീരുമാനം എടുക്കുക. അപ്പം ഇപ്പോൾ ഞാൻ പാർട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്തും അത്തരം കാര്യങ്ങൾ, നിങ്ങൾ നേരത്തെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റിയൊക്കെ ചോദിച്ചു, ഞാൻ പാർട്ടിയിൽ ഉണ്ടായിരുന്ന കാലത്തും അത്തരം കാര്യങ്ങളെപ്പറ്റി അഭിപ്രായം പറയാൻ പറ്റുന്ന പദവിയിലിരുന്ന ആളല്ല ഞാൻ. അപ്പോൾ പാർട്ടി ഒരു നടപടിയെടുത്ത് പുറത്തു നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്കിപ്പോൾ അത്തരത്തിലുള്ള അഭിപ്രായം പറയാൻ യാതൊരു വിധമായ സ്പേസുമില്ല, വോയിസുമില്ല. മുൻപും ഞാൻ ആ തീരുമാനങ്ങൾ എടുത്തിരുന്ന ഒരു ഫോറത്തിൻ്റെ ഭാഗമായിരുന്ന ആളല്ല. ഞാൻ തീരുമാനങ്ങൾ അനുസരിച്ചിരുന്ന ഫോറത്തിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ പാർട്ടിക്ക് പുറത്ത് നിൽക്കുമ്പോഴും തീരുമാനങ്ങൾ അനുസരിക്കുന്ന ഒരു പാർട്ടി അനുഭാവിയാണ്. ഓക്കെ.